فبشره بأني أنا أصر بأنني أنا سلفي على الكتاب والسنة وعلى منهج السلف الصالح. السلام عليكم ورحمة الله وبركاته. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, ഇന്നലെ രണ്ടാമത്തെ അസ്ലിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. അൽ അസ്ലു ത്സാനി മഅരിഫത്തു ദീനിൽ ഇസ്ലാമി ബിൽ അദില്ലഹ് വഹുവ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅഹ് والبراءة من الشرك وأهله وهو 3 مراتب: الإسلام والإيمان والإحسان، وكل مرتبة لها أركان، فأركان الإسلام 5: شهادة أن لا إله إلا الله وأن محمد رسول الله وإقام الصلاة وإيتاء الزكاة وصوم رمضان وحج بيت الله الحرام. രണ്ടാമത്തെ അസ്ല് മഅരിഫത്തു ദീനിൽ ഇസ്ലാം ബിൽ അദില്ലഹ്. ഇസ്ലാം ദീൻ അറിയലാണ്. ബിൽ അദില്ലഹ്, വിശുദ്ധ ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നുമുള്ള മതിയായ തെളിവുകൾ സഹിതം. എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന ദീനിന്റെ ആകത്തുക? ഇസ്ലാം എന്ന ദീനിന്റെ ആകത്തുക അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വതആലാക്ക് പരിപൂർണമായി കീഴ്പ്പെടലാണ്. ബിത്തൗഹീദ്, അവന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട്, അവനു മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുവിന്റെ മാത്രം ആരാധ്യത അംഗീകരിച്ചും പുലർത്തിയും അവന് പൂർണ്ണ വിധേയമായി ജീവിക്കുന്നതാണ് ഇസ്ലാം. വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅഹ്, അവന് വഴിപ്പെടണം ത്വാഅത്തോടുകൂടി വഴിപ്പെടണം എന്ന് പറഞ്ഞാൽ അവൻ കൽപ്പിച്ച മുഴുവൻ കൽപ്പനകളും അനുസരിച്ചുകൊണ്ടും അവൻ വിലക്കിയിട്ടുള്ള മുഴുവൻ വിലക്കുകളും മാനിച്ചുകൊണ്ടും അവന്റെ ഹിതത്തിന് അനുസൃതമായി, അവന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായി അവന് വഴിപ്പെട്ട് ജീവിക്കലാണ്. വൽ ബറാഅത്തു മിനശ്ശിർക്കി വഅഹ്ലിഹി, പിന്നീട് ശിർക്കിൽ നിന്നും ശിർക്കിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവ് രേഖപ്പെടുത്തലുമാണ്. ഈ 3 കാര്യങ്ങളും കൂടി ചേരുമ്പോൾ അത് ഇസ്ലാമാകുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലാന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം. അതല്ലാത്ത മറ്റൊരു മതം ആരെങ്കിലും സ്വീകരിച്ചു കൊണ്ടുവന്നാൽ അല്ലാഹു അവനിൽ നിന്ന് അവന്റെ ദീൻ സ്വീകരിക്കാൻ പോകില്ല എന്ന കാര്യം
ആലു ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താണ് ഇസ്ലാം, നീ പിന്തുടരുന്ന മതമേതാണ്? വമാ ദീനുക് എന്ന് ചോദിച്ചാൽ എന്റെ ദീനുൽ ഇസ്ലാം, ഇസ്ലാം മതമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. ഇസ്ലാം മതത്തെ ദീനായി സ്വീകരിച്ച, ജീവിതത്തിൽ ഇസ്ലാം മതത്തെ ദീനായി അംഗീകരിച്ച ഒരാൾക്ക് മാത്രമേ ഈ ഉത്തരം ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കുമ്പോൾ പറയാൻ പറ്റൂ. അള്ളാഹു ഹിസാബ് ചെയ്യുന്ന സന്ദർഭത്തിൽ, വിചാരണ നടത്തുന്ന സന്ദർഭത്തിൽ ഇസ്ലാം ദീനിനെ സ്വീകരിച്ച ഒരാൾക്ക് മാത്രമേ ഇതിന് ഉത്തരം നൽകിക്കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കാത്ത, ഭൗതിക ജീവിതത്തിൽ, ദുനിയാവിലെ ജീവിതത്തിൽ ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കാത്ത ഒരാൾ ഇത് എത്ര തവണ ഇതിന്റെ ഉത്തരക്കടലാസിൽ എഴുതി പഠിച്ചാലും മലക്കുകളുടെ ചോദ്യത്തിന് ഖബറിൽ വെച്ച് ഉത്തരം പറയാനോ അള്ളാഹുവിന്റെ ഹിസാബിനെ മറികടക്കാനോ അയാൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് നീ പിന്തുടരുന്ന ദീനുൽ ഇസ്ലാമിന്റെ സാരാംശം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 3 കാര്യങ്ങൾ. എന്താണ് ഇസ്ലാം? മൽ ഇസ്ലാം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅഹ വൽ ബറാഅതു മിനശ് ശിർക്കി വഅഹ്ലിഹി. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് അവന് കീഴ്പ്പെടണം, പൂർണ്ണമായി കീഴ്പ്പെടണം. അവന്റെ കൽപ്പനാ വിലക്കുകൾ അനുസരിച്ചും അവന്റെ വിലക്കുകൾ മാനിച്ചുകൊണ്ടും അവന് പൂർണ്ണമായി വഴിപ്പെടണം. അള്ളാഹുവിൽ മറ്റാരെയെങ്കിലും പങ്കു ചേർക്കുന്നുണ്ട് എങ്കിൽ ആ പങ്കു ചേർക്കുന്ന വ്യാജ ദൈവങ്ങളെയും അവർക്ക് നൽകുന്ന ഇബാദത്തുകളെയും അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന മുശ്രിക്കുകളെയും തീർത്തും അവരെ ഒഴിവാക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളുടെയും ആകത്തുകക്കാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായി വഹുവ സലാസു മറാത്തിബ് അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. അത് ശ്രദ്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വഹുവ അഥവാ ഇസ്ലാം, ദീനുൽ ഇസ്ലാം, നമ്മൾ പിന്തുടരുന്ന ദീൻ സലാസു മറാത്തിബ്, 3 ഗ്രേഡുകളായിട്ടാണ് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പിന്തുടരേണ്ട ഏതൊരു മനുഷ്യനും പിന്തുടരാൻ തരപ്പെട്ട ദീനുൽ ഇസ്ലാം അത് 3 മർത്തബകളിലാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. വഹുവ അലാ സലാസി മറാത്തിബ്. ഏതെല്ലാമാണ് ആ 3 മർത്തബകൾ? അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാനു. ഒന്നാമത്തെ ഗ്രേഡ് ഇസ്ലാമാണ്, രണ്ടാമത്തേത് ഈമാനാണ്, മൂന്നാമത്തേത് ഇഹ്സാനാണ്. ഈ കാര്യം ഇവിടെ താഴെ നമ്മൾ വീണ്ടും കുറിച്ചിട്ടുണ്ട്. അതിലൂടെ കണ്ടുപോയിക്കൊള്ളുക. ദീനുൽ ഇസ്ലാം ഏതൊരു മനുഷ്യനും സ്വീകരിച്ചിരിക്കേണ്ടതായ ദീനുൽ ഇസ്ലാം അള്ളാഹു അതിനെ ക്രമീകരിച്ചിരിക്കുന്നത് അലാ സലാസി മറാത്തിബ്, 3 മർത്തബകളിലായിട്ടാണ്, 3 ഗ്രേഡുകളിലായിട്ടാണ്. ആദ്യത്തെ ഗ്രേഡ്, ഫസ്റ്റ് ഗ്രേഡ് അൽ ഇസ്ലാം എന്നാണ് അതിന് പറയാ. ആ ഒന്നാമത്തെ ഗ്രേഡ് അത് ഉൾക്കൊണ്ട് കഴിഞ്ഞ ഒരാൾ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ദീനിന്റെ അടുത്ത ഗ്രേഡിലേക്ക് അയാൾ വളരണം, വികസിക്കണം. രണ്ടാമത്തെ ഗ്രേഡ് അൽ ഈമാനാണ്. മൂന്നാമത്തേത് അതും കഴിഞ്ഞാൽ അൽ ഇഹ്സാനാണ്. ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് ഇസ്ലാം, അതിനുമീതെ ഈമാൻ, അതിനുമീതെ ഏറ്റവും അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്നത് ഇഹ്സാൻ. ഇങ്ങനെ 3 ഗ്രേഡുകളിലായിട്ടാണ് ദീനിനെ അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുള്ള തെളിവെന്താണ്? മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞ ഈ വാചകത്തിനുള്ള തെളിവ് എന്താണ്? ഫഹുവ സലാസു മറാത്തിബ് അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. അതിനുള്ള തെളിവ്
വദലീലുഹു ഹദീസു ജിബ്രീൽ ഫീ തഅലീമിദ്ദീൻ. അഹ്ലുൽ ഹദീസിന്റെ അടുക്കൽ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഹദീസു ജിബ്രീൽ ഫീ തഅലീമിദ്ദീൻ. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചേർന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഇസ്ലാം എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. നബി അത് വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, സദഖ്ത്, താങ്കൾ പറഞ്ഞത് തീർത്തും സത്യമാണ്. എങ്കിൽ എനിക്ക് അടുത്തത് എന്താണ് ഈമാൻ എന്നത് എനിക്ക് വിശദീകരിച്ചു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. ഈമാൻ വിശദീകരിച്ചു കൊടുത്തത് കേട്ടപ്പോൾ ജിബ്രീലു അലൈഹിസ്സലാം റസൂലുള്ളാഹിനോട് പറയുന്നു, സദഖ്ത്, താങ്കൾ പറഞ്ഞത് സത്യം. എങ്കിൽ എനിക്ക് ഇനി പറഞ്ഞു തരേണ്ടത് മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാനും വിശദീകരിച്ചു കൊടുത്തു. ഈ മൂന്ന് മർത്തബകളെക്കുറിച്ചും, ആദ്യം പ്രാഥമിക മർത്തബയായിട്ടുള്ള ഇസ്ലാം, പിന്നെ ദ്വിതീയ സ്ഥാനത്ത് നിൽക്കുന്ന ഈമാൻ, പിന്നീട് അതിന്റെ പൂർണ്ണതയും ഉൾക്കൊള്ളുന്ന ഇഹ്സാൻ, അത് മൂന്നും വിശദീകരിച്ചു. പിന്നെ ഖിയാമത്ത് നാളിനെ കുറിച്ചും ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹിനോട് ചോദിച്ചു. അതിന്റെ ഉത്തരവും കേട്ടതിന് ശേഷം ജിബ്രീൽ അവിടം വിട്ടു, സ്ഥലം വിട്ടു. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഅർളാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, ആരായിരുന്നു അന്ന് ആ സദസ്സിൽ വരികയും ആ ചോദ്യം ഉന്നയിക്കുകയും ചെയ്ത വ്യക്തി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളിൽ ഒരാളും അദ്ദേഹത്തെ കണ്ടു പരിചയമില്ല, ഈ നാട്ടുകാരനല്ലെന്ന്. എന്നാൽ അദ്ദേഹം ദൂരദിക്കുകളിൽ നിന്ന് വന്ന ഒരാളാണെങ്കിൽ യാത്രയുടെ ലക്ഷണങ്ങൾ വേണം, അതും അദ്ദേഹത്തിൽ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന് ഉത്തരം കൊടുത്തു, ദാക ജിബ്രീലു, അത് ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. അതാക്കും, അദ്ദേഹം നിങ്ങളുടെ അരികിൽ വന്നത് യുഅല്ലിമുക്കും, നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ദീനക്കും, നിങ്ങളുടെ ദീൻ, നിങ്ങൾ പിന്തുടരേണ്ട, നിങ്ങൾ സ്വീകരിക്കേണ്ട ദീൻ എന്ത് എന്ന് ചോദ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും അതിന് ഉത്തരം പറയിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ പിന്തുടരേണ്ട ദീൻ നിങ്ങളെ പഠിപ്പിക്കാൻ ജിബ്രീൽ വന്നതാണ്, അത് ജിബ്രീലാണ്. അപ്പോ ആ വാക്കിൽ നിന്ന് വളരെ ക്ലിയറാണ്, ജിബ്രീൽ അലൈഹിസ്സലാം ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ചോദ്യരൂപത്തിൽ നബിയോട് ചോദിച്ച് ഉത്തരം പറയിപ്പിച്ച് ദീൻ പഠിപ്പിക്കാൻ വന്നു. അവിടെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യം അതിന്റെ ആദ്യ മർത്തബ, അതിന്റെ രണ്ടാമത്തെ മർത്തബ, അതിന്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന അവസാനത്തെ മർത്തബ, ഈ മൂന്ന് മർത്തബകളാണ്. ഇത് ഹദീസ് ജിബ്രീൽ വിശദമായി തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇമാം മുസ്ലിം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണ്. അഹ്ലുൽ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ജിബ്രീൽ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇനി ഇസ്ലാം ദീനിനെ തെളിവ് സഹിതം മനസ്സിലാക്കലാണ് രണ്ടാമത്തെ അസ്ല്. ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മൂന്ന് മർത്തബകളിലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് മുസന്നിഫ് റഹിമഹുല്ല പറയുന്നു, വകുല്ലു മർത്തബത്തിൻ ലഹാ അർക്കാൻ, വകുല്ലു മർത്തബത്തിൻ ലഹാ അർക്കാൻ. ഈ മൂന്ന് മർത്തബകൾക്കും ഓരോന്നിനും അവയുടേതായ പില്ലേഴ്സ്, അവയുടേതായ അർക്കാനുകൾ, സ്തംഭങ്ങളുണ്ട്. ഒരു വീട് കയറണമെങ്കിൽ ആ വീടിന്റെ തൂണുകൾ വേണം, വീടിന്റെ കോർണറുകൾ വേണം, വീടിന്റെ പില്ലേഴ്സ് വേണം. പില്ലേഴ്സ് ഇല്ലെങ്കിൽ ആ വീട് അല്ലെങ്കിൽ ആ സൗധം തകർന്നു പോകും. എന്നതുപോലെ ഒരു കാര്യം നിലനിൽക്കാൻ ആവശ്യമുണ്ടായിരിക്കേണ്ട വസ്തുവാണ് അതിന്റെ പില്ലർ. അതിനാണ് അറബിയിൽ റുക്നുൻ എന്ന് പറയുന്നത്. റുക്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വസ്തു തന്നെ തകർന്നുപോയി.
അതുകൊണ്ട് തന്നെ അതതിന്റെ റുക്കിനിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നിലനിൽക്കണമെങ്കിൽ അതുണ്ടായിരിക്കൽ അനിവാര്യമാണ്. അതില്ലാതെ പോയാൽ ആ കാര്യം തന്നെ ഇല്ലാതെ പോയി, കാര്യം തന്നെ നശിച്ചുപോയി എന്ന കാര്യം നമ്മൾ ഉറപ്പാക്കുക. അങ്ങനെയുള്ള റുക്കുനുകൾ, ഈ 3 മർത്തബകൾക്കും അവയുടേതായ റുക്കുനുകളുണ്ട്. ഫഅർക്കാനുൽ ഇസ്ലാം, ഒന്നാമത്തെ മർത്തബയായിരിക്കുന്ന ഇസ്ലാമിന്റെ റുക്കുനുകൾ ഹംസത്തുൻ, 5 കാര്യങ്ങളാണ്. അർക്കാനു അൽ മർത്തബത്തിൽ ഊല, ഇസ്ലാമിനെ 3 തലങ്ങളിൽ 3 ഗ്രേഡുകളിൽ ക്രമീകരിച്ചു. അതിൽ ഒന്നാമത്തേത് ഇസ്ലാം എന്ന് പറയുന്നതാണ്. ദീനിന്റെ ഒന്നാമത്തെ ഗ്രേഡ് ഇസ്ലാമാണ്. ആ ഇസ്ലാം, അതിന് എത്ര റുക്കനുകളുണ്ട്? അതിന്റെ റുക്കനുകൾ ഹംസത്തുൻ, അതിന്റെ റുക്കനുകൾ 5 അർക്കാനുൽ ഇസ്ലാമി ഹംസത്തുൻ. ദീനിന്റെ 3 മർത്തബകളിൽ പ്രഥമ മർത്തബയായിട്ടുള്ള ഇസ്ലാം, അതിന് 5 റുക്കനുകളുണ്ട്. ഏതാണ് ആ 5 റുക്കനുകൾ? മുസന്നിഫ് റഹിമഹുല്ലാഹ് മത്തിനിൽ തന്നെ, ഗ്രന്ഥത്തിന്റെ അടിസ്ഥാന വചനങ്ങളിൽ തന്നെ അത് നമുക്ക് വിശദീകരിച്ചു തരുന്നു. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ അടിവരട ആ 5 കാര്യങ്ങൾ ഇവയാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് രണ്ടും കൂടെ ചേരുന്നത് ഒരു റുക്കന്. രണ്ടാമത്തേത് വ ഇഖാമുസ്സലാഹ്, റുക്കന് 2ആയി. മൂന്നാമത്തേത് ഈതാഉസ് സക്കാഹ്, നാലാമത്തേത് സൗമു റമദാൻ, അഞ്ചാമത്തേത് ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം. ഇസ്ലാം എന്ന് പറയുന്ന ഗ്രേഡ്, ഒരാൾ ആ മർത്തബയിൽ എത്തി എന്ന് പറയണമെങ്കിൽ ഈ കാര്യങ്ങൾ അയാൾ സ്വീകരിച്ച് അനുഷ്ഠിച്ചിരിക്കണം. ഏതാണ് 5 റുക്കനുകൾ? ഇതിലേതെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടാൽ അയാൾ ഇസ്ലാം പൂർത്തീകരിച്ചിട്ടില്ല, ഒന്നാമത്തെ മർത്തബ തന്നെ അയാൾക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഇസ്ലാമിലേക്ക്, ദീനിലേക്ക് കടന്നു വരുന്ന ഒരാൾ ആദ്യം ഈ ഘട്ടത്തിലാണ്, ഈ ഗ്രേഡിലാണ് ഉണ്ടാവുക. ആദ്യം അയാൾ ഈ കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ബാഹ്യമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്, മറ്റൊരാൾക്ക് നോക്കിയാൽ കാണാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നാവ് കൊണ്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ടതാണ്. ഒന്നാമത്തേത് ഷഹാദ, നമ്മുടെ മനസ്സിലുള്ള, മനസ്സ് സത്യപ്പെടുത്തുന്ന, മനസ്സ് തീർത്തും അംഗീകരിക്കുന്ന കാര്യം നാവ് കൊണ്ട് സാക്ഷ്യ മൊഴി രേഖപ്പെടുത്തലാണ്. എന്തിനെ കുറിച്ചാണ് മനസ്സത് അംഗീകരിച്ച് നാവ് കൊണ്ട് സാക്ഷ്യമൊഴി രേഖപ്പെടുത്തേണ്ടത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഇലാഹായി, മഅബൂദായി, ആരാധ്യനായി, ആരാധിക്കപ്പെടേണ്ടവനായി ആരും തന്നെയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഒരു മനുഷ്യന്റെ മനസ്സിൽ ഒരുപാട് ദൈവങ്ങൾക്ക് സ്ഥാനമുണ്ടാകാം. പക്ഷെ ഒരു മുസ്ലിമായ മനുഷ്യൻ, അയാളുടെ മനസ്സിൽ ആരാധ്യന്മാരായി ആരൊക്കെയുണ്ടോ അവയെ മുഴുവനും ആദ്യമായി മനസ്സിൽ നിന്ന് അടിച്ചു പുറത്തിറക്കുന്നു, നിഷേധിക്കുകയാണ്. ലാ ഇലാഹ, ഒരു ഇലാഹുമേ ഇല്ല, ഒരു ആരാധ്യനുമേ ഇല്ല, ഒരു മഅബൂദുമേ ഇല്ല, ഒരു ഇലാഹ് ഇല്ല, ഞാൻ അംഗീകരിക്കില്ല. മുഴുവൻ ഇലാഹുകളെയും, ദേവന്മാരെയും ദേവികളെയും ഒക്കെ തന്നെ ഞാൻ നിഷേധിച്ചിരിക്കുന്നു. അങ്ങനെ ക്ലീനായ ഹൃദയത്തിലേക്ക് പിന്നീട് സ്ഥാപിക്കാൻ പോകുന്നത് ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. എന്നെയും എന്റെ മനസ്സിനെ, എന്നെ, എനിക്ക് ചുറ്റുമുള്ള ഈ മഹാപ്രപഞ്ചത്തെ, മുഴുവൻ സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ച് ഉടമപ്പെടുത്തി നിയന്ത്രിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹു, അവനല്ലാതെ ന്യായമായി ആരാധിക്കപ്പെടാൻ തരപ്പെട്ട ഒരു ഇലാഹുമില്ല എന്നും, വ അന്ന മുഹമ്മദൻ, നിശ്ചയമായും മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുള്ള അവന്റെ ദൂതനാണ്. മാനവരാശിയിലേക്ക് അള്ളാഹു നിരന്തരം അമ്പിയാക്കന്മാരെ, മുർസലീങ്ങൾ അയച്ചു. അതിൽ അവസാനത്തെ നബി, അവസാനത്തെ റസൂൽ ആണ് മുഹമ്മദ് നബി എന്നും ഉള്ള കാര്യം ഒരാൾ മനസ്സുകൊണ്ട് തീർത്തും അംഗീകരിച്ച് സത്യപ്പെടുത്തി ആ കാര്യം നാവുകൊണ്ട് ഒരു സാക്ഷ്യമൊഴിയായി പ്രഖ്യാപിക്കലാണ്. അപ്പോൾ ഒന്നാമത്തെ റുക്കന് കഴിഞ്ഞു.
രണ്ടാമത്തേത് വ ഇഖാമുസ്സലാഹ്, ഈ സാക്ഷ്യമൊഴി മനസ്സുകൊണ്ട് അംഗീകരിച്ച് അറിഞ്ഞംഗീകരിച്ച് സത്യപ്പെടുത്തി നാവുകൊണ്ട് മൊഴിഞ്ഞു കഴിഞ്ഞ ഈ കാര്യം ഒരാൾ കഴിഞ്ഞാൽ രണ്ടാമത്തത് ആ സാക്ഷ്യമൊഴി അയാൾ പ്രഖ്യാപിച്ച ദിവസം മുതൽ ഒരു ദിവസം രാത്രിയിലും പകലിലുമായി 5 നേരം നിർബന്ധമായ നമസ്കാരങ്ങൾ അതിന്റെ മുറപ്രകാരം നിലനിർത്തി പോരുക തന്നെ വേണം. ഇഖാം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച അതേ പ്രകാരം അത് നിലനിർത്തണം. എന്ത്? അസ്വലാ, നമസ്കാരം. രാത്രിയിലും പകലുമായി 5 നമസ്കാരങ്ങൾ നിർബന്ധമാണ്, അത് നിലനിർത്തി പോരലാണ്. അപ്പൊ 2 റുക്കനായി. വ ഈതാഉസ് സക്കാ, തന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ധനം, തന്റേതെന്ന് താൻ പറയുന്ന അള്ളാഹു കൈകാര്യകർത്താവായി തന്നെ വെച്ചിട്ടുള്ള ആ ധനത്തിന്മേൽ നിശ്ചിതമായ ഒരു വിഹിതം പാവങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതുണ്ട്. അത് അതിൻ്റെതായ കണക്കനുസരിച്ച്, അതിൻ്റെതായ തോതനുസരിച്ച്, അതിൻ്റെതായ അവകാശികൾക്ക് അതിന്റെ നിബന്ധനകൾ പൂർത്തീകരിക്കുന്ന മുറക്ക് കൊടുത്തു വീട്ടുക തന്നെ ചെയ്യണം. അപ്പോൾ 3 കാര്യമായി. നാലാമത്തേത് വസൗമു റമളാൻ, അറബി മാസങ്ങളിൽ 9ാമത്തെ മാസമാണ് റമളാൻ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്, ശഅബാൻ, റമളാൻ. 9ാമത്തെ മാസം. ആ മാസത്തിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത്. ആ മാസം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി ആ മാസം മുഴുവൻ അയാൾ സൗം, നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. അത് 4ാമത്തേത്. 5ാമത്തെ റുക്ന് വഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം, ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീട്, അള്ളാഹുവിന്റെ ഗേഹം. ഏതാണ് അള്ളാഹുവിന്റെ ഗേഹം? ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ, ബക്കാ താഴ്വരയിൽ, മക്കാ താഴ്വരയിൽ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ആദ്യമായി പണി കഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ആ ഗേഹം ബൈത്തുല്ലാഹിൽ ഹറാം, ആ വിശുദ്ധമായ പവിത്രമായ ആ ഗേഹത്തിനെ ഉദ്ദേശിച്ച് ചെല്ലുകയും അവിടെ വെച്ചുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്ന ആ ഇബാദത്ത്, ആ കർമ്മം, അത് വഴിയാൽ സാധിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുകയും ചെയ്യണം. ഈ 5 കാര്യങ്ങളാണ് ഇസ്ലാമിന്റെ റുക്നുകൾ. നമ്മൾ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയും. ഇത് ഏതെങ്കിലും ഒന്ന്, ഇനി ഒരാൾക്ക് സ്വത്തില്ല, അയാൾ സക്കാത്ത് കൊടുത്തില്ല എന്നതുകൊണ്ട് അത് പൂർണ്ണമാവാതെ പോകുന്നില്ല. ഒരാൾക്ക് നോമ്പെടുക്കാൻ ആരോഗ്യമില്ല, അതുകൊണ്ട് നോമ്പെടുത്തിട്ടില്ല എന്നതുകൊണ്ട് അയാൾ മുസ്ലിം ആകാതിരിക്കുന്നില്ല. ഒരാൾക്ക് വഴിയാൽ സാധ്യമല്ല, ആരോഗ്യമില്ല, യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള സമ്പത്തില്ല എങ്കിൽ അയാൾ ഹജ്ജിന് പോയില്ല എന്നതുകൊണ്ട് അയാൾ മുസ്ലിം ആകാതിരിക്കുന്നില്ല. മറിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകുമ്പോ അത് ചെയ്തിരിക്കണം. ആദ്യം ഷഹാദത്ത് നിർബന്ധമാണ്. ഷഹാദത്ത് കഴിഞ്ഞാൽ 5 നേരത്തെ നമസ്കാരം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഇന്ന് അതിന്റെ പൂർണ്ണ രൂപത്തിൽ ചെയ്യാൻ കഴിയാത്ത ആൾ ഇരുന്ന്, ഇന്നും ചെയ്യാൻ കഴിയാത്ത ആൾ കിടന്ന്, അങ്ങനെ കിടന്നും അതിന്റെ രൂപത്തിൽ കഴിയില്ലെങ്കിൽ എങ്ങനെയാണോ അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ബോധം തന്റെ ശരീരത്തിൽ നിലനിൽക്കുന്ന കാലം അത്രയും അയാൾ അള്ളാഹ്ക്ക് ദിവസം 5 നേരം നമസ്കരിച്ചിരിക്കണം, അവനവന്റെ കഴിവനുസരിച്ച്. ഈ 5 കാര്യങ്ങളാണ്. ഇതിനുള്ള തെളിവെന്താണ്? ഈ 5 കാര്യങ്ങൾ ഇസ്ലാമിന്റെ റുക്കുനുകളാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഗ്രേഡിന്റെ റുക്കനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസു ജിബ്രീൽ ഫീ തഅലീമിദ്ദീൻ, അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ന്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം കൊടുത്തപ്പോൾ അഖ്ബിർനി അനിൽ ഇസ്ലാം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഉത്തരം കൊടുത്തത് അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാഹ് വ തൂതിയസ് സക്കാത്ത് വ തസൂമ റമളാൻ വ തഹജ്ജൽ ബൈതൈൻ ഇസ്തതഅത ഇലൈഹി സബീല. അത് തന്നെ അതിലേക്കുള്ള തെളിവാണ്. അതിനു പുറമെ ഒരു തെളിവും കൂടി. ദലീലു, ഇസ്ലാം ദീനിന്റെ 1ാമത്തെ ഗ്രേഡായ ഇസ്ലാമിന്റെ റുക്ന് 5 എന്നതിലേക്കുള്ള തെളിവ് ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ്. അദ്ദേഹം പറയുന്നു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം എന്ന് പറയുന്ന ഈ മർത്തബ, ദീനിന്റെ പ്രാഥമിക മർത്തബയായ ഈ ഇസ്ലാം, അത് പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അലാ ഖംസിൻ, 5 തൂണുകളിലാണ്, 5 അഥവാ 5 റുക്കുനുകളിന്മേലാണ്.
ഏതാണ് 5 റുക്നുകൾ? ഒന്ന് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ന്യായമായി ആരാധിക്കപ്പെടാൻ ഇബാദത്ത് ചെയ്യപ്പെടാൻ തരപ്പെട്ട ആരുമേ ഇല്ല എന്നും മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അലൈഹി അഫ്ളലുസ് സ്വലാഹ് വഅസ്ക തസ്ലീം, അല്ലാഹു മാനവരാശിയിലേക്ക് അയച്ചിട്ടുള്ള നബിയും റസൂലും ഖാത്തിമുൽ അംബിയാ വൽ മുർസലീൻ, നബിമാരിലും മുർസലീങ്ങളിലും അന്തിമനുമായിട്ടുള്ളവനാണ് എന്ന കാര്യം സാക്ഷ്യപ്പെടുത്തലുമാണ്. അത് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തി, നാവുകൊണ്ട് ആ മനസ്സ് സത്യപ്പെടുത്തിയ കാര്യത്തെ സാക്ഷീകരിച്ചുകൊണ്ട് മൊഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തത്. 2 വഇഖാമിസ് സ്വലാഹ്, ഒരു ദിവസം 5 നേരത്തെ നമസ്കാരം നിർവഹിക്കലാണ്. മൂന്നാമത്തേത് ഈതാഉസ് സക്കാത്ത്, തന്നെ അള്ളാഹു ഏൽപ്പിച്ച ധനത്തിൽ നിന്ന് നിശ്ചിതമായ വിഹിതം, പാവങ്ങൾക്കുള്ള വിഹിതം സക്കാത്ത് കൊടുക്കലാണ്. വസൗമി റമളാൻ, റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കലാണ്. വഹജ്ജി ബൈത്തില്ലാഹിൽ ഹറാം, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഗേഹത്തിങ്കലേക്ക് പോയി ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ് ഇമാം മുസ്ലിമിന്റേതാണ് റിവായത്ത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ അപ്പോ ഒന്നാമത്തെ റുക്ന് ഇതോടുകൂടി അവസാനിച്ചു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ മനസ്സിലേക്ക് വെക്കുക. ഒന്നാമത്തെ അസ്വല് അള്ളാഹിനെ അറിയലാണ്, റബ്ബിനെ അറിയലാണ്. റബ്ബ് അള്ളയാണ്. എന്നെയും മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച അള്ളാഹു, അവനാണ് എന്റെ റബ്ബ്. അവനാണ് റബ്ബ് എന്നിരിക്കെ അവൻ മാത്രമാണ് ഇലാഹും, അവൻ മാത്രമാണ് മഅബൂദ്, അവൻ മാത്രമാണ് ആരാധ്യൻ. റബ്ബായവനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ നമുക്ക് ബാധ്യതയുള്ളൂ. അള്ളാഹിനെ നമ്മൾ അറിഞ്ഞതെങ്ങനെ? അറിഞ്ഞത് അവന്റെ ആയാത്തുകളിലൂടെ. ആയാത്തുകൾ 2 തരം. ഒന്ന് പ്രാപഞ്ചികമായ അവന്റെ ദൃഷ്ടാന്തങ്ങൾ, മറ്റൊന്ന് അവൻ ഇറക്കിത്തന്ന ശരഈയായ അവന്റെ വചനങ്ങൾ. അതിലൂടെ അള്ളാഹുവിനെ അറിഞ്ഞു. പിന്നെ അള്ളാഹിനെ അറിയാനുള്ള മാർഗം അള്ളാഹു ചിലരുടെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന പ്രത്യേകമായ അറിവുകളാണ്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹിനെ മനസ്സിലാക്കി അവനാണ് റബ്ബ്, അതുകൊണ്ട് അവൻ മാത്രമാണ് മഅബൂദ്, ഇലാഹ്, ആരാധ്യൻ. അവന് മാത്രം ഇബാദത്ത് ചെയ്യാവൂ. വേറെ ആർക്കെങ്കിലും ഇബാദത്ത് കൊടുത്താൽ അത് അവൻ തൃപ്തിപ്പെടില്ല, പൊരുത്തപ്പെടില്ല, അവൻ പുറത്തു തരില്ല. അള്ളാഹു അവനെ നരകത്തിൽ ശാശ്വതമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇബാദത്തിന്റെ ഇനങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമാകുന്ന കാര്യങ്ങൾ, ഈമാനാകുന്ന കാര്യങ്ങൾ, ഇഹ്സാനാകുന്ന കാര്യങ്ങൾ. പിന്നെ വേറെയും ഒരുപാട് കാറ്റഗറികൾ പഠിപ്പിച്ചു. ഈ ഇബാദത്തുകൾ അള്ളാഹ്ക്ക് ചെയ്തിരിക്കണം, അവന് മാത്രമേ ചെയ്യാവൂ. മറ്റാർക്കെങ്കിലും ചെയ്താൽ അത് ശിർക്കായി തീരും. ഈ കാര്യം പറഞ്ഞതിന് ശേഷം രണ്ടാമത്തെ അസ്ലിലേക്ക് കടന്നു. മാരിഫത്തുൽ അബ്ദി ദീനഹു, ദീനുൽ ഇസ്ലാം ബിൽ അദില്ല, തന്റെ ദീനായ ഇസ്ലാമിനെ തെളിവ് സഹിതം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ, ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാമിന്റെ സാരാംശം അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ് വൽ ഇൻഖിയാദു ലഹു ബിത്ത്വാഅ വൽ ബറാഅത്തു മിനശ് ശിർക്കി വഅഹ്ലിഹി. ഇതാണ് ഇസ്ലാം. ആ ഇസ്ലാം ദീനിനെ അള്ളാഹു ക്രമീകരിച്ചത് 3 തട്ടുകളിലായിട്ടാണ്, 3 മർത്തബകളിലായിട്ടാണ്. പ്രാഥമികമായ മർത്തബ, ദ്വിതീയമായ മർത്തബ, അതിന്റെ പൂർണ്ണത കൈവരിക്കുന്ന മർത്തബ. ആദ്യത്തേതിന് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. 3നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അതിന്റേതായ റുക്നുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിന് 5 റുക്നുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാഹ് വ ഈതാഉസ് സക്കാത്ത് വ സൗമു റമളാൻ വ ഹജ്ജു ബൈത്തില്ലാഹിൽ ഹറാം. وبهذا القدر أكتفي اليوم، وأسأل الله العظيم رب العرش العظيم أن يتولانا وإياكم في الدنيا والآخرة، إنه على كل شيء قدير. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.